അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ വഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഖുതുബയിൽ വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവന് വേണ്ടി നന്മകൾ ചെയ്യുക എന്നുള്ളതൊക്കെ മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യങ്ങളാണ്. ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലാകട്ടെ ഈമാനുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു മുസ്ലിമായൊരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ നമ്മളുടെ സഹോദരനാണ്. അത്തരത്തിലുള്ള സഹോദരങ്ങളെ മറന്നു പോകുന്ന അല്ലെങ്കിൽ വിസ്മരിച്ചു കളയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. മസലുൽ മുഅ്മിനീൻ എന്ന് തുടങ്ങുന്ന ഹദീസാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തആതുഫിഹിം തറാഹുമിഹിം തവാദിഹിം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ പരസ്പരം കരുണ കാണിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, ഉതുഫ് കാണിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അവർ അനുകമ്പയുള്ളവരാണ്. തൻ്റെ മുസ്ലിമായ സഹോദരനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന മനുഷ്യനാണ്. തന്നെ മുസ്ലിമായൊരു സഹോദരന് നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് പലപ്പോഴും മുസ്ലിമീങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കങ്ങളും കുതർക്കങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പരം പ്രാർത്ഥിക്കേണ്ടവരാണ് അവർ, പരസ്പരം നന്മയിൽ സഹകരിക്കേണ്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമേൽ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു. കാരണം അവർ ഒരു ജസദ് പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. ഒരൊറ്റ ശരീരം പോലെ വർക്ക് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമും എന്ത് ചെയ്യേണ്ടത്, ആകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാം ആ നിലയ്ക്ക് പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത്തരം ബന്ധങ്ങളെ ഓർത്തെടുക്കാൻ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിരിഞ്ഞിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഓർത്തെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബന്ധങ്ങൾ ദൃഢമാക്കാൻ, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ, ഒരു നിധി പോലെ നമ്മുടെ ബന്ധങ്ങൾ ചേർത്ത് വയ്ക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്കുള്ള മാതൃക ഏതാണ്? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ ഫറജല്ലാഹു അൻഹു കുർബത്തൻ യൗമൽ ഖിയാമ. നമ്മളൊരു മുസ്ലിമിൻ്റെ ഒരു കുർബത്ത്, ഒരു പ്രയാസം മാറ്റിക്കൊടുത്താലും അള്ളാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ പ്രയാസത്തെ മാറ്റി നൽകുമെന്ന് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഈ ഹദീസിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്തു വേണം? നമ്മളുടെ ബന്ധങ്ങളെ നിലനിർത്താൻ, അതിനൊരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുദ്ഹുദ് എന്ന പക്ഷിയെ തിരക്കുന്ന, അതിനെ അന്വേഷിക്കുന്ന ഒരു ചരിത്രമൊക്കെ സുലൈമാൻ നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? ഒരു മനുഷ്യനെയല്ല, ഒരു പക്ഷിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിക്കുന്നത്. കാരണം അതിനെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര മനുഷ്യന്മാർ കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തെ സ്വാധീനിച്ചവരുണ്ടാകും, സ്വാധീനിക്കാത്തവരുണ്ടാകും. അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തി ഏറ്റവും നല്ല ബന്ധങ്ങൾ, അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരുടെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ആ ബന്ധങ്ങൾ സുദൃഢമാകാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം, അല്ലേ? പലപ്പോഴും പ്രവാസ ലോകത്തേക്ക് വന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും മാതാപിതാക്കളെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെയായി മാത്രം ബന്ധപ്പെടുന്ന സാഹചര്യം. അങ്ങനെയല്ല, ജസ്റ്റ് വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. ചെറിയൊരു മെസ്സേജ്, ഇന്ന് ഫുഡ് കഴിച്ചോ,
അതുപോലെ എന്താണ് വിശേഷങ്ങളൊക്കെ, സുഖമല്ലേ, അങ്ങനെ ക്ഷേമ വിവരങ്ങൾ തിരക്കുന്നത് പോലും ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനും നിലനിർത്താനുമുള്ള ഘടകമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവേണ്ടതുണ്ട് അല്ലേ? നമ്മൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എപ്പോഴും വരാറുണ്ടായിരുന്ന ഒരു ചെറിയൊരു കുട്ടിയും അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഉപ്പയുമുണ്ട്. അവരുടെ പരസ്പരമുള്ള സ്നേഹം അത് കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ് എന്നൊക്കെ സ്വഹാബാക്കൾ പറയാറുണ്ട്. ഒരു ദിവസം ഈ കുട്ടിയെയും ഉപ്പാനെയും, സ്ഥിരമായി തൻ്റെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്ന കുട്ടിയെയും ഉപ്പാനെയും കാണാതെ വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരക്കുന്ന ചരിത്രം നമുക്ക് കാണാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം നമ്മൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്നേഹം നമ്മളത് നോക്കൂ. അങ്ങനെ ആളുകളെ ചേർത്ത് പിടിക്കാനും അവരുടെ അസാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവരെവിടെ എന്തെങ്കിലും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു മാനസികമായൊരു താല്പര്യം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു അടിമയായിട്ടുള്ളൊരു പെണ്ണ്, അവിടെ അടിമവേല ചെയ്യുന്നൊരു പെണ്ണ്, ആ പെണ്ണിനെ കാണാതെ വന്നപ്പോൾ, എല്ലാ ദിവസവും കാണുന്നതാണ്, കാണാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കും ആ പെണ്ണ് മരണപ്പെട്ടു പോയി എന്ന് സ്വഹാബാക്കൾ പറയുന്നൊരു ചരിത്രം നമ്മൾ കേട്ടവരാണ്. എല്ലാ ദിവസവും കാണുന്ന ആ സ്ത്രീ അവരെ ഒരു ദിവസം കാണാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് അന്വേഷിക്കുന്ന ചരിത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ കടന്നു പോകും, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും. ഈ ബന്ധങ്ങൾ കേവലം നൈമിഷികമായ നിമിഷങ്ങൾക്ക് വേണ്ടിയാകരുത്, ഉഖ്റവിയായ നേട്ടങ്ങൾക്ക് കൂടി അത്തരം ബന്ധങ്ങളെ മാറ്റി നിർത്താനും ആ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും നല്ലൊരു മുസ്ലിമായി, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.